നല്ലൊരു മുട്ട ബജിയുടെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് പാൻ വെച്ച് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഇഞ്ചി ചതച്ചതും പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. എന്നിട്ട് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ കൂടി വേവിച്ചിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് കടലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു മുട്ടയുടെ വെള്ളയിലേക്ക് നമ്മൾ ഈ ഒരു മസാല ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്ത ശേഷം ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. തിരിച്ച് മറിച്ചെല്ലാം നല്ല രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ട ബജിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.